നേരിട്ട് ഒരു കോടതിയിലും ഈ കേസില്ല കേട്ടോ. ഈ സിനിമ എഡിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരും കേസ് കൊടുക്കാൻ പോയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനും അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേരിട്ട് സെൻസറിങ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ബജ്രംഗ് ദൾ, ഹനുമാൻ സേന, ഈ പറയുന്ന RSSൻ്റെ മുഖപത്രം, ഇവരൊക്കെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായി 2 മിനിറ്റ് 8 സെക്കൻഡ് ദൈർഘ്യം ഇന്നിപ്പോൾ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വെട്ടേറ്റ എമ്പുരാൻ എന്ന മട്ടിലേക്കാണ് ഇനി ആ സിനിമ ഇന്നു മുതൽ തിയേറ്ററുകളിൽ കളിക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്? ഞാനിതിനെ വലിയ ഗൗരവമായൊരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞ് ക്ലീഷേ ആയതാണെങ്കിലും ഫാഷിസത്തിൻ്റെ ഒരു വലിയ കടന്നുകയറ്റത്തിൻ്റെ ഒരു പ്രകടഭാവമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങോട്ടാരും ആവശ്യപ്പെടാതെ സ്വമേധയാ എഡിറ്റിങ്ങിന് വിധേയമാകുക എന്ന് പറയുന്നത് ഭീരുത്വം തന്നെയാണ്. ഇനി ആവശ്യപ്പെട്ടാൽ പോലും അതിന് വഴങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാണവായു പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതില്ലാതായാൽ ജനാധിപത്യമില്ല. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതിലെ 1-2 പേരും പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരൊക്കെ ഇച്ചിരി ധൈര്യശാലികളാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരൊക്കെ ഭീരുക്കളാണ്. നമ്മൾ പല സന്ദർഭങ്ങളിലൊക്കെ കണ്ടതാ.